ബിഗ് ബോസ് മലയാളം സീസൺ 6 അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള പവർ ടീമിൻ്റെ ആ ഒരു മികച്ച ഗംഭീര കയ്യാങ്കളിയൊക്കെ നടന്ന ആ ഒരു മത്സരം ഇപ്പോൾ ഇവിടെ അവസാനിച്ചു. മികച്ച ഗംഭീര എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു വേറെ വിഷയം. കാരണം സ്വന്തം ടീമിനെ തന്നെ തോൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ എത്ര ശക്തമായ ടീമായാലും തോറ്റു. അത് പോട്ടെ. അങ്ങനെ അടുത്ത ആഴ്ചയിലെ പവർ ടീം ഇപ്പോഴത്തെ ഇതേ പവർ ടീം തന്നെ നിലനിർത്തി. ഡെന്ന് തോറ്റു, അതുകൊണ്ട് പവർ ടീം ആ പവർ നിലനിർത്തി. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗെയിം ലൈവായിട്ട് കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാവും ഇത് എല്ലാവരും കൂടെ ചേർന്ന് ഡെൻ ടീമിനെ തോൽപ്പിക്കാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാക്കി എന്നുള്ളത്. അത് പറഞ്ഞു വരുമ്പോൾ ബിഗ് ബോസും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഏത് ടീമിന് വേണ്ടിയിട്ടാണ് മത്സരിച്ചത് എന്നുള്ളത് അത് തന്നെ ഒരു സംശയമായിട്ടുള്ള കാര്യമാണ്. കാരണം ജാസ്മിൻ ആ ഒരു സ്റ്റിക്കർ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മെല്ലെ നടന്നു പോകുന്നതും ഒട്ടിക്കാതെ, അതായത് ഒട്ടിക്കാനുള്ള അവസരം കിട്ടിയിട്ടും അത് ഒട്ടിക്കാതെ ഇങ്ങനെ മെല്ലെ ഓടി അല്ലെങ്കിൽ നടന്നു, അത് രണ്ടും അല്ലാത്ത രീതിയിലൊക്കെ പോകുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും ഡെൻ തോറ്റത് കൊണ്ട് പവർ ടീം പവർ നിലനിർത്തി എന്ന് മാത്രമേ ഇത് പറയാനായിട്ട് പറ്റൂ. അല്ലാതെ പവർ ടീം അവരുടെ ശക്തി ഉപയോഗിച്ച് കളിച്ച് ജയിച്ച് പവർ നിലനിർത്തി എന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല.